50 സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ ഭവനപ്രതിഷ്ഠാ ഗീതം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നു പേര് പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് അഭിപ്രായ ഐക്യവുമില്ല. ദാവീദ് ജനത്തെ എണ്ണിയതിനെ തുടർന്നുണ്ടായ ബാധ വിട്ടുമാറിയപ്പോൾ അരവനായുടെ കളം വാങ്ങി യാഗപീഠം പ്രതിഷ്ഠിച്ചു. 2 ശമൂവേൽ 24-25, 1 ദിനവൃത്താന്തം 21-26. അപ്പോൾ ഈ സങ്കീർത്തനം പാടിയെന്ന് ചിലർ പറയുന്നു. യാഗപീഠവും ഭാവിയിലെ ദൈവാലയവും ചേർത്ത് ബെയ്ത്ത് യഹോവ, 1 ദിനവൃത്താന്തം 22-1, യഹോവയുടെ ആലയം എന്ന് വിളിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ബാധയാൽ ദാവീദ് കഷ്ടപ്പെട്ടില്ല. 2 ശമൂവേൽ 24-17. ദൈവാലയത്തിൻ്റെയോ സമാഗമന കൂടാരത്തിൻ്റെയോ പ്രതിഷ്ഠയെ സംബന്ധിക്കുന്ന ഒരു സൂചനയും ഈ സങ്കീർത്തനത്തിലില്ല. 2 ശമൂവേൽ 6-17. ദാവീദ് മടങ്ങി വന്ന ശേഷം അബ്ശാലോം അശുദ്ധമാക്കിയ കൊട്ടാരത്തെ പുനഃപ്രതിഷ്ഠ ചെയ്തതിനോട് ഈ സങ്കീർത്തനത്തെ ബന്ധിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നത് ആസന്നമായിരുന്ന ദോഷത്തിൽ, അതായത് മാരകമായ രോഗത്തിൽ നിന്നുള്ള വിടുതലിനെയാണ്. അപ്പോൾ പൂർത്തിയായ സിയോൻ കോട്ടയുടെ പ്രതിഷ്ഠയായിരിക്കണം സൂചിതം. ഈ പുതിയ മന്ദിരത്തിലേക്ക് ഉടൻ പ്രവേശിക്കുന്നതിന് കഠിന രോഗം തടസ്സമായിരുന്നുവെന്ന് സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ അനുമാനിക്കാം. 16 സങ്കീർത്തനത്തിൻ്റെ സന്ദർഭവും ഇതുപോലെ തന്നെ. ഹബെയ്ത്ത്, ആ ഒരു പ്രയോഗം കൊട്ടാരത്തെയും ദൈവാലയത്തെയും കുറിക്കാം. സെപ്റ്റുവജന്റിലെ ശീർഷകം കൊട്ടാരത്തെ അല്ലാതെ ദൈവാലയത്തെ സൂചിപ്പിക്കുന്നില്ല. യഹൂദ്യ അനുഷ്ഠാനങ്ങളിൽ ഈ സങ്കീർത്തനം പ്രതിഷ്ഠോത്സവത്തിൻ്റേത് ആണ്. 1 മക്കാബിയർ 4-ാം അധ്യായം 52-ാമത്തെ വാക്യം.